ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വൈകുന്നേരത്തെ ചായക്ക് എഗ് റോൾ ഉണ്ടാക്കിയാലോ? ഞാൻ ഈ വിധത്തിലാണ് ഇന്ന് എഗ് റോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. 5 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വൈറ്റും യെല്ലോയും വേറെ വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. മാറ്റി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ വൈറ്റ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അല്പം മല്ലിയിലയും ചെറുതായിട്ട് എരിഞ്ഞ ഉള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തത് മാറ്റി വെച്ചതിന് ശേഷം ഇതിൻ്റെ യെല്ലോ എടുത്തിട്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി പാൻ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് അല്പം ഓയിൽ തൂവിക്കൊടുത്ത് ഇതിലേക്ക് നമുക്ക് ഓരോ കയ്യിൽ ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. റൗണ്ട് ഷേപ്പിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് മൂടി വെച്ച് അല്പസമയം മൂടി വെച്ചാൽ മതി. അപ്പം തന്നെ എടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്കൊന്ന് റോൾ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ മുകളിൽ അല്പം മുളക് പൊടിയും കൂടി ഞാൻ വിതറി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ റോൾ ചെയ്ത് മാറ്റി വെച്ച് അതുപോലെ തന്നെ അതിൻ്റെ സൈഡ് യോജിക്കുന്ന വിധത്തിൽ വീണ്ടും നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അല്പം മുളക് പൊടിയും കൂടി ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുന്നുണ്ട്. ഒന്ന് മൂടി വെച്ച് അപ്പം തന്നെ എടുക്കാവുന്നതാണ്. വീണ്ടും ഇത് റോൾ ചെയ്തെടുക്കാം. വീണ്ടും ഇതുപോലെ തന്നെ നമുക്ക് ആക്കിയെടുക്കാവുന്നതാണ്. ഈ വിധത്തിലാക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീണ്ടും ഞാനിതൊന്ന് അല്പം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. വീണ്ടും ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നമുക്ക് റോൾ ചെയ്തെടുക്കാം. വൈകുന്നേരത്തെ ചായക്ക് പറ്റിയ നല്ലൊരു ഡിഷാണ്. ഇതൊന്ന് വീണ്ടും ഒന്ന് നമുക്ക് റോൾ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ യെല്ലോ കളർ നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് ഇതിനെ ടച്ച് ചെയ്ത് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ടച്ച് ചെയ്ത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് മൂടി വെച്ച് അപ്പം തന്നെ എടുത്ത് വീണ്ടും ഇതുപോലെ റോൾ ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ വീണ്ടും ഒഴിച്ചു കൊടുത്ത് നമുക്ക് റോൾ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുത്ത് അതിനുശേഷം നമുക്കിത് ഈ ഒരു വിധത്തിൽ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുമ്പോൾ തന്നെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മുടെ എഗ് റോള് തയ്യാറായി. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. താങ്ക് യു.